എയിംസ് വിഷയത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നിലപാട് തള്ളി ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം. സുരേഷ് ഗോപിയുടെ പരസ്യ പ്രതികരണത്തിനെതിരെ ദേശീയ നേതൃത്വത്തിന് പരാതി നൽകി. വിഷയത്തിൽ ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം നിലപാടെടുത്തിട്ടില്ല എന്ന് ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ് പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതെന്ന് വി. മുരളീധരനും പ്രതികരിച്ചു. വിവിധ പ്രതികരണങ്ങളിലേക്ക് ആദ്യം. എയിംസ് കേരളത്തിന് വേണമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട്. ഞങ്ങൾ നേരത്തെ തന്നെ അത് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. അതെവിടെ വേണമെന്ന് തീരുമാനിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുമായി ചേർന്നുകൊണ്ടാണ് സ്ഥലം കണ്ടെത്തുകയും അതിന് ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത്. അത് കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിക്കേണ്ടതാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ ജില്ലയിലുമുള്ള ആളുകൾക്ക് എയിംസ് ആ ജില്ലയിൽ വേണമെന്ന ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് സ്വാഭാവികമാണ്. അതിനുള്ള അവകാശം അവർക്കുണ്ട്. ഓരോരുത്തരും അവരവരുടെ വ്യക്തിപരമായ അഭിപ്രായം പറയുന്നതാണ്. വ്യക്തിപരമായ അഭിപ്രായം പറയാൻ എല്ലാവർക്കും അവകാശമുണ്ട്. വ്യക്തിപരമായി ഓരോരുത്തരും പറയുന്ന അഭിപ്രായം ബി.ജെ.പി. കേരള ഘടകത്തിന് അഭിപ്രായമായി പരിഗണിക്കേണ്ട ആവശ്യമില്ല. ബി.ജെ.പി. കേരള ഘടകത്തിന് ഒരു അഭിപ്രായം മാത്രമേ ഉള്ളൂ. അത് എയിംസ് കേരളത്തിൽ വേണം. കേരളത്തിൽ എവിടെ വേണമെന്ന് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിക്കണം. എവിടെയായാലും അത് കേരളത്തിലെ ബി.ജെ.പി. സ്വാഗതം ചെയ്യും. അല്ല, ബി.ജെ.പി. അല്ലല്ല തീരുമാനമെടുക്കുന്നത് സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര സർക്കാരുമാണ്. കാരണം കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എയിംസ് എവിടെ വേണമെന്നുള്ളത് അവരവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും. ആലപ്പുഴയിൽ എയിംസ് സ്ഥാപിക്കണമെന്ന ആവശ്യം ഇന്നലെയും സുരേഷ് ഗോപി ആവർത്തിച്ചിരുന്നു. ആ പ്രതികരണം കൂടി ഒന്ന് കേൾക്കാം. ഒരു എയിംസ് കേരളത്തിൽ തറക്കല്ലെങ്കിലും ഇടാതെ അടുത്ത ഇലക്ഷന് ഞാൻ കാൻഡിഡേറ്റ് ആയിട്ടും വരത്തില്ല. വോട്ട് അഭ്യർത്ഥിക്കാൻ ഒരാൾക്ക് വോട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടി വരില്ല. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ സ്റ്റേറ്റ് സംവിധാനത്തോട്, അതാണ് കണ്ടീഷൻ. 2016 മുതൽ ഞാൻ രാജ്യസഭയിൽ ഉള്ളപ്പോൾ മുതൽ ഒരു കാരണവശാലും ഒരിടത്തും കൊടുക്കരുത്, ആലപ്പുഴയ്ക്ക് തന്നെ എയിംസ് കൊടുക്കണമെന്ന്. ഇവിടെയെങ്കിലും നിങ്ങൾ അത് ഉടനെ ഫോറൻസിക് ലാബ് ആക്കല്ലേ. അപ്പൊ ഒരു എയിംസ് വരുന്നതോടുകൂടി കേരളത്തിന്റെ തലയിലെടുത്ത് ആലപ്പുഴയിലൂടെ. ഇതിനിടെ എയിംസ് കാസർഗോട്ട് സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് എം.എൽ. അശ്വിനി രംഗത്തെത്തി. എയിംസിന്റെ പേരിൽ സുരേഷ് ഗോപി പതിവ് വിഡ്ഢിവേഷം കെട്ടുന്നു എന്നാണ് CPI ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ പ്രതികരണം. കോഴിക്കോട് കിനാലൂരിൽ സ്ഥലമുള്ള കാര്യം കേന്ദ്രത്തെ അറിയിച്ചുവെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജും പറഞ്ഞു. ഞാൻ ആവർത്തിച്ച് പറയുന്നു, കേരളത്തിന് എയിംസ് വേണം എന്നുള്ളത് കേരളത്തിന്റെ പൊതുവായ ആവശ്യമാണ്. അതിൽ കേന്ദ്രം ആവശ്യപ്പെട്ട നിലയിൽ നമ്മളൊരു സ്ഥലം ഐഡന്റിഫൈ ചെയ്ത് കൊടുത്തു. അതിൽ ഇന്ന സ്ഥലത്തേക്ക്, ഇന്ന മന്ത്രാലയത്തിലേക്ക്, ധനമന്ത്രാലയത്തിലേക്ക് മാറുന്നു, അത് കൈമാറുന്നു എന്നുള്ളത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പറയുക മാത്രമല്ല, ബഹുമാന്യനായിട്ടുള്ള കേന്ദ്ര ആരോഗ്യമന്ത്രി വളരെ പോസിറ്റീവായിട്ടുള്ളൊരു നോട്ടാണ് അതിൽ എഴുതിയിരുന്നത്. അടുത്ത തവണ എയിംസ് അനുവദിക്കുമ്പോൾ തീർച്ചയായിട്ടും കേരളത്തെ പരിഗണിക്കാം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. വിഷയത്തിൽ പ്രതികരിക്കാൻ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തയ്യാറായില്ല. അലക്സ് റാം മുഹമ്മദ് വിശദാംശങ്ങളുമായി. അലക്സ്, കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമ്മൾ ഈ കാര്യത്തിൽ രാജീവ് ചന്ദ്രശേഖറിന് വലിയ അതൃപ്തിയുണ്ട് എന്ന വിവരം അത് റിപ്പോർട്ട് ചെയ്തതാണ്. ഇനിയിപ്പോൾ പല പ്രതികരണങ്ങൾ ബി.ജെ.പിയുടെ മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്ന് വരുമ്പോഴൊക്കെ ആ അതൃപ്തി നമുക്ക് മനസ്സിലാകുകയും ചെയ്യുന്നുണ്ട്. ഇതിനോടകം തന്നെ അനൂപ് ആന്റണി ഈ വിഷയത്തിൽ ദേശീയ നേതൃത്വത്തിന് പരാതി നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നു. അടുത്ത ദിവസം രാജീവ് ചന്ദ്രശേഖറും നേരിട്ട് തന്നെ പ്രധാനമന്ത്രിയുമൊക്കെയായി ആശയവിനിമയം നടത്തുമെന്ന് പറയുകയാണ്. ഇതൊരു വലിയ വിഷയമായി, വിവാദമായി ബി.ജെ.പിക്കുള്ളിൽ തന്നെ മാറിയിരിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ആലപ്പുഴയ്ക്കെതിരെയൊക്കെ അദ്ദേഹം നടത്തിയ പരാമർശം അത് CPIയും CPIM ഒക്കെ ഒരുപോലെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അപലപിക്കുകയും ചെയ്തതാണ്. അങ്ങനെ വലിയ വിവാദമായി മാറിയിരിക്കുന്നു. കേരളത്തിന് എയിംസ് വേണം എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. പക്ഷേ സുരേഷ് ഗോപി നടത്തുന്ന പരാമർശം വലിയ വിവാദമായി. അനുജയത്തിൽ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് എയിംസ്, രണ്ടാമത്തെ കാര്യം സുരേഷ് ഗോപി. എയിംസുമായി ബന്ധപ്പെട്ട് ബി.ജെ.പിയുടെ അവകാശവാദം എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കേരളത്തിൽ 14 ജില്ലകളുണ്ട്, ബി.ജെ.പിക്ക് 30 സംഘടനാ ജില്ലകളുണ്ട്. 30 സംഘടനാ ജില്ലകളിലെയും ജില്ലാ അധ്യക്ഷന്മാർ എയിംസ് അവരുടെ ജില്ലകളിൽ വരുമെന്ന് അവർ വാഗ്ദാനം ചെയ്യുന്നു, അവകാശപ്പെടുന്നു. സമാനമായി തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ 140 നിയമസഭാ മണ്ഡലങ്ങളിലും എയിംസ് വരുമെന്നുള്ള പ്രകടന പത്രികയിലെ വാഗ്ദാനം അതാത് മണ്ഡലങ്ങളിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥികൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ എയിംസുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ബി.ജെ.പിക്ക് ഒരു ഏകീകൃത സ്വഭാവത്തിലോ അല്ലെങ്കിൽ അത്തരത്തിലൊരു അഭിപ്രായമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ എയിംസുമായി ബന്ധപ്പെട്ട വിഷയം അതാണ്. എയിംസിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. മറ്റൊന്ന് സുരേഷ് ഗോപിയുടെ കാര്യമാണ്. സുരേഷ് ഗോപി സംസ്ഥാന നേതൃത്വത്തിന് വിധേയനല്ല എന്ന വിമർശനം കഴിഞ്ഞ കോർ കമ്മിറ്റിയിലടക്കം ഉയർന്നിരുന്നു. എയിംസുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസങ്ങൾ നടത്തുന്ന പ്രതികരണം അത് സംസ്ഥാന നേതൃത്വത്തെ വെട്ടിലാക്കിയിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിൽ എയിംസ് വേണമെന്ന അഭിപ്രായത്തോട് സുരേഷ് ഗോപി യോജിച്ച് നിൽക്കുകയാണ്. അത് സംസ്ഥാന നേതൃത്വവുമായി യോജിച്ചൊരു തീരുമാനമല്ല, അല്ലെങ്കിൽ ഒരു അഭിപ്രായമല്ല കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അതിൽ വലിയ അതൃപ്തിയിലാണ് സംസ്ഥാന നേതൃത്വം. ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ ദേശീയ നേതൃത്വത്തിന്
BJP പരാതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തിയ അനൂപ് ആന്റണി, ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയാണ് ദേശീയ നേതൃത്വത്തിന് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയത്. അതിനുശേഷവും, അതായത് ഇന്നലെയും വീണ്ടും സുരേഷ് ഗോപി സമാനമായി തന്നെ എയിംസ് ആലപ്പുഴയിൽ വേണമെന്ന തന്റെ അഭിപ്രായം കൂടുതൽ ശക്തിയുക്തം വാദിക്കുകയുണ്ടായി. സംസ്ഥാന അധ്യക്ഷൻ തന്നെ നേരിട്ട് പ്രധാനമന്ത്രിയെ കാണാനൊരുങ്ങുകയാണ്. സുരേഷ് ഗോപിയെ അടക്കി നിർത്തണമെന്ന ആവശ്യവുമായി സംസ്ഥാന അധ്യക്ഷൻ കാണാനൊരുങ്ങുകയാണ്. നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ എയിംസ് കോഴിക്കോട് ജില്ലയിൽ മതിയെന്ന അഭിപ്രായം അത് കേന്ദ്രത്തോട് അത്തരത്തിലേക്ക് പല തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. അത് ഏത് തരത്തിലേക്കാണ് കേന്ദ്രം അതിൽ ഇനി നിലപാട് കൈക്കൊള്ളാൻ പോകുന്നത് എന്നതാണ് പ്രധാനം. സുരേഷ് ഗോപിയുടെ പരാമർശം തുടർച്ചയായി അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ ഭിന്നത ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.